അപ്പോൾ നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് റൈഡറാണ്. അപ്പോൾ നമ്മൾ എന്താ കളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് റൈഡറും കൊണ്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ, 2 വട്ടം പറയുന്നു. അപ്പോൾ നമ്മൾ നേരെ എടുക്കാൻ പോകുന്ന ഇതാണ് വണ്ടി. നമ്മുടെ ഫയർ പോലീസിൻ്റെയൊക്കെ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഫയർ പോലീസിൻ്റെയൊക്കെ വണ്ടി അതെങ്ങനെയാണോ അതൊക്കെ നിങ്ങൾ അറിയാമായിരിക്കും. ആ വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ നമ്പർ 606 ഉള്ളൂ. അപ്പോൾ 606 അടിച്ചാൽ നമുക്ക് ഫയർ പോലീസിൻ്റെ വണ്ടി കിട്ടും. ആ വണ്ടി കിട്ടി നമ്മൾ അതെടുത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറം കൊണ്ട് നിർത്തി വെക്കുവാണ്. ഇവിടെ വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാര്യമില്ല, ഇത് നമ്മൾ ഇതാക്കിയപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വണ്ടി അവിടെ കൊണ്ട് നിർത്താൻ വേണ്ടി പോകണം. പക്ഷേ വണ്ടി ജസ്റ്റായിട്ട് പടി വന്ന് നമ്മൾ തിരിക്കുമ്പോൾ അങ്ങോട്ടല്ല പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബേക്ക് എടുത്തിട്ട് അങ്ങോട്ട് കയറ്റാലോ എന്ന് വിചാരിച്ച് ബേക്ക് എടുത്തപ്പോൾ ആ വണ്ടി പൊങ്ങി ചാടാൻ തുടങ്ങി. അതൊന്നും നമ്മൾ കാര്യമായില്ല. ബേക്ക് അങ്ങ് എടുത്ത് വണ്ടി ഇരുന്ന് കറങ്ങുമല്ലേ ടയർ. നമ്മളങ്ങ് ബേക്ക് എടുത്ത് സ്പീഡൊന്നും ഇല്ലാട്ടോ, പക്ഷേ ഇത് പൊക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. നമ്മുടെ സ്റ്റീറിങ് അതുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഇങ്ങനെ വന്ന് ഇത്രയും ഇതിന് മാക്സിമം സ്പീഡുള്ളൂ. നമ്മളവിടെ നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ അതാണ് നമ്മൾ ഇതാറ്റി നമ്മളിന്ന് സൈക്കിളൊന്ന് വരുത്തി നോക്കുവാണ്. സൈക്കിളിൻ്റെ നമ്പറൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 4-1 അടിച്ചാൽ മതി. 4-1 അടിച്ചാൽ നമ്മുടെ സൈക്കിൾ കിട്ടും. പക്ഷേ ഞാൻ സൈക്കിൾ നിങ്ങൾക്ക് ഓടിച്ച് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോലീസിൻ്റെ കാറൊന്ന് വരുത്തുവാണ്. അതിൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം. 100 ആയിരിക്കും. 100 അടിച്ചാൽ നമുക്ക് പോലീസിൻ്റെ കാർ കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് സൈക്കിളിൻ്റെ മേലായിരിക്കും വന്ന് വീഴുക. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയിട്ട് 100 അടിച്ചു. 100 അടിച്ചപ്പോൾ നമുക്ക് പോലീസിൻ്റെ കാർ കിട്ടി. പോലീസിൻ്റെ കാറും കൊണ്ട് പോകണം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് എവിടെയാണെന്നൊക്കെ അറിയായിരിക്കും. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാർ എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇല്ല, അതെനിക്ക് ആവശ്യമില്ല. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസിൻ്റെ കാർ കൊണ്ടേ ഞാൻ പോകും. അതാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. വണ്ടി കുറച്ച് പെശക്കാണ്, അതൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ നമ്മൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നില്ലല്ലോ ഇവരെന്താ കാണിക്കുന്നത്. ഞാൻ വണ്ടി ഒന്ന് തിരിച്ച് വെച്ചിട്ട് തോക്കെടുക്കും. അവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ തോക്കെടുത്തിട്ട് പോലീസിനെ വെടി വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോലീസിനെ വെടി വെക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തുകയാണ്. വണ്ടി അവിടെ നിർത്തുമ്പോൾ നമ്മൾ തോക്കെടുത്ത് വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ തോക്ക് എടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ തോക്കിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ തോക്ക് കൊള്ളൂല, ഈ തോക്കും കൊള്ളൂലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതെടുത്തിട്ടുണ്ട്. ഈ തോക്കെടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടും നടക്കണില്ല കേട്ടോ, വെടിയൊന്നും അവിടെ എത്തുന്ന പോലുമില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്താത്തതുകൊണ്ട് നമ്മൾ മറ്റേ ഇതെടുക്കുകയാണ്. എന്തായിരുന്നു തോക്കിൻ്റെ പേര്, മറന്നുപോയി. അത് വിട്ട് അത് അങ്ങോട്ട് എത്തുന്ന പോലുമില്ല. രണ്ടാമത്തെ അത് വിട്ടപ്പോൾ നമ്മൾ ചത്തുപോയി. വണ്ടിയൊക്കെ കത്തിപ്പോയി. എനിക്ക് എന്താ പിടി കിട്ടിയത് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും നമ്മൾ ചത്തുപോയിട്ടുണ്ട്. അപ്പം നമ്മുടെ കളി കഴിഞ്ഞിട്ടില്ല, അടുത്ത കളി പിന്നെയും വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഈ ഔട്ടായത് നമുക്ക് കളയാം, നമുക്ക് അടുത്ത ഒന്നും കൂടി കളിക്കാം. അപ്പോൾ ഒന്നും കൂടി കളിക്കുന്നത് ഇത് നമ്മൾ ഡിനോസർ പാർക്കിലാണ് പോകുന്നത്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, ലാസ്റ്റേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് കളിക്കാം. നമ്മളിപ്പോൾ ഈ വണ്ടി എടുക്കാൻ നമ്മൾ നേരത്തെ വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു നമുക്ക് വണ്ടിക്ക് സങ്കടമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയാണ് എടുത്തിട്ട് പോകുന്നത്. ഈ വണ്ടി എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ വേറെ പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കില്ലർ ബന്നി എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കില്ലർ ബന്നി 2.0 എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും കയറി എനിക്കിപ്പം 4ാമത്തെ വീഡിയോ ആണ് ഇടാറുണ്ട്. അപ്പം എനിക്കിപ്പോൾ 7 സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പോൾ ഈ വണ്ടി കൊള്ളൂല, സ്പീഡില്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, നിഞ്ച ടിറ്റുവാറ് വിളിക്കുകയാണ്. അപ്പോൾ 3000 അടിച്ചാൽ നമ്മുടെ നിഞ്ച കിട്ടും. അപ്പോൾ നിഞ്ച കിട്ടി, നിഞ്ചയിലങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നിഞ്ചയിലങ്ങ് പോയപ്പോൾ നിഞ്ച സീൻ കേട്ടോ, നിഞ്ച നിരക്കാനൊന്നും പറ്റില്ല, നല്ല സീനുണ്ട്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോവാണ്. അപ്പം നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നേരെ ഇങ്ങനെ അങ്ങോട്ടായിരുന്നു ഡിനോസർ പാർക്ക്. നേരെയുണ്ട് ഇതിലേയും പോലെ. ഞാനിപ്പോൾ എളുപ്പം തല്ലേന്ന് ഓർത്തിട്ട് ഇതിൽ വന്നാണ്. അപ്പോൾ എൻ്റെ HP കുറയും ഇവിടെ എത്തുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഞാൻ മരത്തിൽ തട്ടി എൻ്റെ HP പകുതിയും പോയി. എൻ്റെ പൊന്നു, അടുത്ത വീഡിയോ ഫ്രീ ഫയറോ അല്ലെങ്കിൽ പബ്ജിയോ അതെങ്ങനെ ആയിരിക്കും. പബ്ജി ഞാൻ ചിലപ്പോൾ കളിക്കില്ല, അത് നിങ്ങൾ കഴിഞ്ഞാൽ. ഫ്രീ ഫയർ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്നും കൂടി ഇടാണെങ്കിൽ ഇടാം. ഒന്നും കൂടി ഇടുന്നുണ്ട്, നല്ലൊരു കളി. അങ്ങനെ വണ്ടിയിൽ മറിഞ്ഞ് വീണ് ഗൈസ്. എൻ്റെ HP കുറവാണ്. ഇപ്പോൾ ഞാൻ മെല്ലെ സ്പീഡിൽ പോയി, മെല്ലെ സ്പീഡിൽ അയ്യോ ഞാനിപ്പോൾ വീണു. ഓക്കെ, ഞാൻ വീണ്. എൻ്റെ HP കുറച്ചുള്ള ഒരു തുള്ളി. നമ്മൾ ഇന്ന എവിടെയെങ്കിലും വീണാൽ നമ്മുടെ പണി വാളി. എവിടെയും വണ്ടി ഒന്ന് ഇടിച്ചിട്ട് നമ്മൾ തെറിച്ച് പോയാൽ നമ്മൾ കാണും. പക്ഷേ വണ്ടി ഇടിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല. അതിനും നല്ല കാറായതുകൊണ്ട് കാർ നമ്മൾ
റോട്ടിൽ കൂടെ പോകുന്ന കാറ് നമ്മൾ പിടിച്ച് മേടിക്കാനാണ് പ്ലാന്. അപ്പോൾ പിടിച്ച് മേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചവിട്ടി തുറന്ന് അത് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചവിട്ടി തുറന്ന് അത് മേടിച്ച് ആ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. ആ വണ്ടീൻ്റെ ലാസ്റ്റത്തെ കോലം കണ്ട് അതിൻ്റെ ഉള്ളുഭാഗം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ കോലമൊക്കെ നിങ്ങൾ നോക്കണേ. അപ്പോൾ നമ്മൾ നേരെ അയ്യോ ഇപ്പോൾ തട്ടി നമ്മുടെ വാതിൽ ഓടി നമ്മുടെ ഡോറൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. ആ സ്ഥലം നമ്മൾ അതിൻ്റെ കണ്ട് നമ്മളങ്ങ് പോവാണ്. ഇനി നമ്മളില്ല ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഡിനോസ് പാർക്കത്തിൽ അവിടെ ട്രെയിൻ കണ്ടു. ട്രെയിനിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിയണം. അപ്പോൾ ട്രെയിനിൻ്റെ അങ്ങോട്ട് നമ്മൾ തിരിയണം. അപ്പോൾ ഞാൻ നല്ല സ്പീഡിലായതുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ തിരിച്ചപ്പോൾ വണ്ടി കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ എന്താ വണ്ടീൻ്റെ മുമ്പിലത്തെ ഇതൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനമൊക്കെ ഇപ്പോൾ ഇളകി പോകുന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഡിനോസർ പാർക്കിലേക്ക് ഇങ്ങോട്ട് പോകണം. നമ്മൾ ട്രെയിൻ ഓടിക്കുന്നത് വേണമെങ്കിൽ ഇടാം, നിങ്ങളൊന്ന് സഹായിച്ചാൽ ഇടാം. അപ്പോൾ നമ്മൾ നേരെ ഡിനോസർ പാർക്കിലേക്ക് പോകണം. ഡിനോസറിനെ കാണുന്നില്ല. ഈ വാതിലിലേക്ക് കയറി പോയാൽ നമുക്ക് ഡിനോസർ കാണും. പക്ഷേ എൻ്റെ വണ്ടി ഞാൻ തിരിച്ചിട്ട് എഴുതിയൊക്കെയോ പോയി അല്ല ഒരു HP കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിച്ചില്ല. HP കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ നേരെ ഈ വാതിൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ അത് നേരെ തുറക്കും. അപ്പോൾ നമ്മൾ ഡിനോസറെ തപ്പി നടക്കുവാണ്. ഡിനോസറേ ബാ, ഡിനോസർ കുട്ടി ഇങ്ങോട്ട് വന്നേ. അയ്യോ നമ്മൾ അവിടെ ഇടിച്ചു പോയി. ഡിനോസറിനെ ഞാൻ കാണുന്നില്ല. നമ്മൾ കുറച്ചും കൂടി ഉള്ളിൽ കയറി പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. കുറച്ചും കൂടി ഉള്ളിൽ കയറി പോവാണ്. ഉള്ളിൽ കയറി പോകുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ഉള്ളിൽ കയറി പോവാണ്. ഞാൻ ഉള്ളിൽ പോകുമ്പോൾ ആരെയും കാണുന്നില്ല. ഒരാളെ ഞാൻ കണ്ടു. ഡിനോസറാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ വണ്ടി തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്ര സ്പീഡിൽ വന്നുകൊണ്ട് ബ്രേക്കൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ഞാൻ കണ്ടത് അവനെ. ഡിനോസർ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരെന്തായിരുന്നു? അതിൻ്റെ കഴുത്തൊക്കെ ഭയങ്കര നീളമുള്ളതാണ്. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി പോവാണ്. അതിൻ്റെ പേര് നമ്മളിങ്ങനെ അതാ ഡിനോസർ അല്ലേ, എന്തൊരു സാധനമാണ്, ഡൈനാസറോ അങ്ങനെ ഡൈനാസർ അങ്ങനെ സംഭവമാണ്. എനിക്കൊന്നും അറിയില്ല ഇതിൻ്റെ പേര്. ഡൈനാസറിനെ കണ്ടിട്ടില്ല. നമ്മൾ അതിനെയും തള്ളിക്കൊണ്ടുപോയി നമ്മൾ പേടിച്ച് പോയി. നമ്മൾ ഡിനോസറിൻ്റെ പകരം ഇവനെ കാണിച്ചിട്ട് നമ്മൾ നേരെ ഡോറ് തപ്പി പോവാണ്. എങ്ങാനും ഡിനോസർ ഇവൻ വിളിച്ചിട്ട് വന്നാൽ നമ്മൾ പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാതിൽ തപ്പുവാണ്. ഡിനോസറൊന്നും എനിക്ക് കാണണ്ടേന്ന് പറഞ്ഞ് നമ്മൾ പോവാണ്. പക്ഷെ വാതിൽ കാണുന്നില്ല ഗൈസ്. വാതിൽ ഓടിച്ചു. അയ്യാ വണ്ടി ഇടിച്ച്. അതാ വാതിൽ ഞാൻ കണ്ടിരിക്കുന്നു. വാതിൽ അയ്യോ വണ്ടിയോട് ഇടിച്ച് അനക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അതാ വാതിൽ അങ്ങോട്ട് പോവാണ് ഗൈസ്. അതിന് മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെല്ലാവരും ഓർക്കിച്ചില്ലല്ലോ. മറക്കാണ്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഡോർ തുറന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ പിന്നെ മിണ്ടൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ. ബൈ.